Hello, hi, this is RJ Heyman from Super Hits 93.5 Red FM. ആൻഡ് ഇന്ന് ഞാൻ എടുത്ത ഇൻ്റർവ്യൂസിൽ വളരെ സ്പെഷ്യലായിട്ടൊരു ഇൻ്റർവ്യൂ ആണ്. കാരണം വേറൊന്നുമല്ല, ഐ എം സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഗുരു, മൈ മെൻറ്റോ, മൈ ടീച്ചർ ജെയിൻ ജോസഫ് സർ. ഞാനിപ്പോൾ ഉള്ളത് കേരളത്തിലെ നമ്പർ 1 ഫിലിം സ്കൂളായ നിയോ ഫിലിം സ്കൂളിലാണ്. ഞാൻ ഇവിടെ നിന്നാണ് പാസ് ഔട്ട് ആയത്. ആൻഡ് ഇന്ന് ഞാൻ ജെയിൻ ജോസഫ് സാറിനെ, എൻ്റെ ഗുരുവിനെ ഞാൻ ചെറുതായിട്ടൊന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകണം. ഹലോ സർ, വെൽക്കം ടു സൂപ്പർ ഹിറ്റ്സ് 93.5 Red FM. ആൻഡ് ഐ ആം ഓൾസോ വെരി ഹാപ്പി. കാരണം നമ്മൾ പഠിപ്പിച്ചു വിട്ട തൈകൾ ഇതുപോലെ തിരിച്ചു വന്നിരിക്കുമ്പോഴാണല്ലോ ഒരു ടീച്ചർക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാവും. ഐ എം സോ ഹാപ്പി അബൌട്ട് യു. താങ്ക് യു സോ മച്ച് സർ. ഐ തിങ്ക് ഇത് എനിക്ക് മാത്രം കിട്ടിയൊരു പ്രിവിലേജ് ആണ്. കാരണം ഇതിനു മുമ്പ് പാസ് ഔട്ടായ പല ആൾക്കാരും ഇങ്ങനെ ഒരു ഇന്റർവ്യൂ സെക്ഷന് സാറിന് മുമ്പ് നിന്നിട്ടില്ല, അല്ലേ? കുറവായിരിക്കും. ഞാനാണ് എന്ന് വന്നിരിക്കുന്നത്. സോ ഐ എം പ്രിറ്റി മച്ച് ഹാപ്പി ഫോർ ദാറ്റ്. സോ സർ, ടെൽ മീ, ഹൗ ഇസ് ഓൾ ഗോയിങ്? ലൈക്ക് ഈ ഒരു പാൻഡമിക്കിൽ എങ്ങനെ പോകുന്നു സർ സിറ്റുവേഷൻ? പാൻഡമിക്കിൽ എബവ് എക്സ്പെക്ടേഷൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗ്രേറ്റ്. കാരണം ഞാൻ ഇപ്പോൾ അഡ്മിഷൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ അഡ്മിഷൻസ് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അഡ്മിഷൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിശയിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി വി ഹാവ് എ കോഴ്സ് ആൻഡ് അവർ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ഇസ് സിനിമാറ്റോഗ്രാഫി അലോങ് വിത്ത് ഡിറക്ഷൻ. അപ്പം സിനിമാറ്റോഗ്രാഫിയിൽ നമ്മളിപ്പോൾ ടാർഗറ്റ് എക്സീഡ് ചെയ്തു ഓർഗാനിക്കലി. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ക്യാമ്പയിനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സിനിമാറ്റോഗ്രാഫി നമ്മളുടെ ടാർഗറ്റ് എക്സീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പലരും ആ സമയത്ത് തുടക്കത്തിലുള്ള പല വെബിനാറുകളിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ പറയുമായിരുന്നു, ദി റിയൽ പീപ്പിൾ ഈസ് ഗോയിങ് ടു സ്റ്റേ എന്നുള്ളൊരു സംഗതിയാണ് ഇൻഡസ്ട്രിയിൽ. അതായത് കോവിഡ് വന്നു കഴിഞ്ഞ്, അപ്പം ഞാനും അതിന് നമ്മുടെ സ്റ്റുഡൻറ് റീയൂണിയനൊക്കെ നടക്കുന്ന സമയത്ത് പറയാറുണ്ട്, ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നൈറ്റ്സ് ആർ ദി ടൈം വെൻ സ്റ്റാർസ് ക്യാൻ റിയലി ഷൈൻ. യെസ്, എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഈ ഒരു കോഡ്സ് ആണ്. കാരണം ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് സാർ പലപ്പോഴും പറയുന്ന കുറേ കോഡ്സ് ഉണ്ടാവും. അതാണ് ഈ റിവൈൻഡ് ചെയ്ത് നമ്മുടെ മൈൻഡിൽ വന്നിട്ട് നമ്മുടെ ഒരു ഹോംവർക്ക്. ഓക്കെ സാർ, നമ്മുടെ ലൈക്ക് എനിക്കെല്ലാം അറിയാം ഈ സ്കൂളിനെ പറ്റി. ഐ എം ഫ്രം ഹിയർ. സോ നമ്മുടെ ലിസണേഴ്സിന് വേണ്ടി, ഫ്യൂച്ചർ ഫിലിം മേക്കേഴ്സിന് വേണ്ടി, എന്താണ് നിയോ ഫിലിം സ്കൂൾ, എന്താണ് അതിൻ്റെ കോഴ്സുകൾ? നിയോ ഫിലിം സ്കൂളിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത് വി ഹാവ് 10 ഡിപ്പാർട്ട്മെന്റ്സ്. ആൻഡ് വൈ 10 ഡിപ്പാർട്ട്മെന്റ്സ്? ബിക്കോസ് വളരെ പെയിൻഫുള്ളാണ് 10 ഡിപ്പാർട്ട്മെൻ്റ് ഉള്ള ഒരു കോഴ്സ് കരിക്കുലം ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് പോകുവാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇനീഷ്യലി. നൗ all the staff members, നമുക്ക് 30 പേര് സ്റ്റാഫ് മെമ്പേഴ്സ് ഉണ്ട്. all these 30 people know that. so now it's very simple. പക്ഷേ 10 വർഷം മുമ്പ് നമ്മളിത് തുടങ്ങുമ്പോൾ it was very difficult to design such a complex design. അപ്പോൾ 10 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് എന്നുള്ളത് എന്തുകൊണ്ടാണ് 10 ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിലിം മേക്കിങ്ങിൽ പെയിൻറ്റിങ്ങോ റൈറ്റിങ്ങോ പോലെ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നൊരു പണിയല്ല. ഇറ്റ്സ് എ കൊളാബറേറ്റീവ് എഫേർട്ട്. ആൻഡ് ഐ വുഡ് സേ മോർ ദാൻ ക്രിയേറ്റീവ് ഇൻ്റലിജൻസ്, ഇറ്റ്സ് കൊളാബറേറ്റീവ് ഇൻ്റലിജൻസ് ഇൻ ഫിലിം മേക്കിംഗ്. അപ്പോൾ കൊളാബറേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ഈ 10 ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള കൊളാബറേഷൻ വേണം. ഇപ്പോൾ ഹേമന്തിന് തന്നെ അറിയാമായിരിക്കും. ഇപ്പോൾ ഹേമന്ത് ആക്ടിങ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു പോകുമ്പോഴും യു ഗെറ്റ് ടു ലേൺ അബൌട്ട് എഡിറ്റിംഗ്, യു ഗെറ്റ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഡിറക്ഷൻ, ആൻഡ് യു ഹാവ് എ ഫെയർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ക്യാമറ, ഈവൻ മേ ബി സൗണ്ട് എഞ്ചിനീയറിംഗ് വിച്ച് ഹെൽപ്സ് യു ഇൻ കറന്റ് പ്രൊഫഷൻ, റൈറ്റ്? അപ്പം അങ്ങനെ മനസ്സിലാക്കി വരുന്നതോടുകൂടി എ റിയൽ ആർട്ടിസ്റ്റ് ബിക്കംസ് എ ഡിസൈനർ ഹു ഈസ് കംഫർട്ടബിൾ വിത്ത് ഹിസ് ജോബ്. അപ്പോൾ അത് 10 ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്നുള്ളതാണ് പ്രധാന കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളിതിൽ ആർട്ടിനും ടെക്നോളജിക്കും മാനേജ്മെൻറ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം ആർട്ടും ടാലൻറ്റും നിങ്ങളുടെ ഉള്ളിൽ എന്തായാലും ഉണ്ട്. മോസ്റ്റ് ഓഫ് ദി ആർട്ട് സ്കൂൾസ് ആൻഡ് ഫിലിം സ്കൂൾസ് ഹാവ് ദി പ്രോബ്ലം ഓഫ് ലാക്കിംഗ് മാനേജ്മെൻറ്റ് ഇൻപുട്സ്. കാരണം നമ്മൾ അങ്ങനെയാണല്ലോ, മാനേജ്മെൻറ്റുകാർ ടൈയൊക്കെ കെട്ടിയിട്ട് കുറേ മണ്ടന്മാരങ്ങനെ നടക്കുന്നു. അപ്പോൾ അവർ മാനേജ്മെൻറ്റുകാർ നോക്കുമ്പോൾ ഈ ഭ്രാന്തന്മാർ താടി പഠിക്കാതെ ഇങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞ് ഇത് രണ്ട് ഒട്ടും പാരലായി പോകുന്ന 2 സ്ട്രീംസാണ്. സോ ഐ ബ്ലെൻഡഡ് ഇറ്റ്. കാരണം എൻ്റെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഞാൻ FTI പാസ് ഔട്ടാണല്ലോ. അപ്പോൾ അവിടേക്ക് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്, റിയൽ ടാലൻസ് ഹാവ് എ ടഫ് ടൈം ടു succeed because they lack management input. It's not that they don't have the management caliber, it's only because that management input is not endorsed in their career. അതിൻ്റെ ഒരു വാല്യൂ അവർക്ക് കൊടുത്തിട്ടില്ല. So they don't really bother about it, which invariably
results in their failure. ഓക്കെ, അപ്പോൾ ആ ഒരു എലമെന്റും നമ്മൾ നോക്കിയിട്ടുണ്ട്. ഗുഡ്. അപ്പോൾ സർ, ഇനി വരാനിപ്പോൾ ലൈക്ക് ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലാസ്സുകളുടെ സ്ട്രക്ചർ ഫുള്ള് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന ഒരു ഫ്യൂച്ചർ അഡ്മിഷൻസിന് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെക്കൻഡ് ഒരു ക്ലാസ്സസ് വർക്ക് ഏരിയ എങ്ങനെ വർക്ക് ചെയ്യാൻ പോകുന്നത്? That is one thing we recently designed when this COVID pandemic started. നമ്മൾ വെബ് സ്കൂൾ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ അക്കാഡമിക്കിന് കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30% ഓഫ് ദി ക്ലാസ്സസ്, നമുക്ക് 30% തന്നെയാണ് തിയറി സെഗ്മെൻ്റ് ഉള്ളത്. ആ ക്ലാസ്സസ് നമ്മൾ ഓൺലൈനാണ് ഡെലിവർ ചെയ്യുന്നത്. അപ്പം ഇറ്റ് വുഡ് ബി മോർ ലൈക്ക് എ ഹൈബ്രിഡ് സൊല്യൂഷൻ ഫോർ അക്കാഡമിക്സ്. അപ്പം ആ 30% നമ്മൾ ഓൺലൈനിൽ കൊടുത്തിട്ട് എക്സസൈസസിനും പ്രൊഡക്ഷൻസിനും മാത്രമായിരിക്കും നമ്മൾ ഈ സ്പേസിനെ ഉപയോഗിക്കുന്നത്. And this is actually more convenient to the students also. കാരണം അവർക്ക് ഈ പ്രിൻസിപ്പിൾസ് ഇപ്പോൾ നിങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ ക്ലാസ് എടുത്തു കഴിഞ്ഞ് പോയാൽ പിന്നെ റെഫറൻസ് ഇല്ലല്ലോ. അതേസമയം നമ്മൾ ഓൺലൈനിലാവുമ്പോൾ യു ക്യാൻ എന്താ പറയുക, ലിസൺ ടു ദി ക്ലാസ്സസ് അഗെയിൻ ആൻഡ് അഗെയിൻ, ഗെറ്റ് ദറ്റ് സ്മോൾ നുവാൻസസ് വിച്ച് വർ നോട്ട് ഐഡൻറ്റിഫൈഡ് ഡ്യൂറിങ് ദി ക്ലാസ്. അപ്പം ആ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്തു. 3 മാസം ഓൺലൈൻ ക്ലാസ്സസ് നമ്മൾ എടുത്തു. 3 ഫാക്ടേഴ്സ് അതിന് ഡിഫിക്കൽട്ടി ഉണ്ട്. ഒന്ന്, സിഗ്നൽ അവൈലബിലിറ്റി, വിച്ച് ഐ തിങ്ക് വിൽ ബി സോൾവ് ഇൻ എ റീസെൻറ്റ് ഫ്യൂച്ചർ. സെക്കൻഡ് ഈസ്, നമ്മളുടെ പഴയ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ അതിനെ പറ്റിയ എക്യുപ്മെൻറ്റ്സ് ഇല്ല. ഒരു 3 മണിക്കൂർ ക്ലാസ് നമുക്കൊരു മൊബൈലിൽ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ 50% ഓഫ് ദി സ്റ്റുഡൻസ് ഹാവ് ദാറ്റ് പ്രോബ്ലം. ആൻഡ് തേർഡ്ലി, ടീച്ചേഴ്സ് ആർ നോട്ട് റെഡി ഫോർ ദാറ്റ്. അപ്പം ആ ടീച്ചിങ് പാർട്ട് നമ്മളിപ്പോൾ ഈ 3 മാസം കൊണ്ട് വി ഹാവ് മെയ്ഡ് അവർ ടീം റെഡി ഫോർ ദാറ്റ്. കണ്ടന്റ് ഈസ് റെഡി. ഇനി ഇപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിനോട് നമ്മൾ ഈ എക്യുപ്മെൻറ്റ് ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. ദേ ഷുഡ് ഹാവ് എ ലാപ്ടോപ്പ്, ദേ ഷുഡ് ഹാവ് സിഗ്നൽ ഓർ വെബ് കണക്ഷൻ, അങ്ങനെ ടെക്നിക്കൽ ആവശ്യങ്ങൾ ഇന്നതൊക്കെ വേണം എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് ബാച്ച് ഓൺവേർഡ്സ് വിൽ ബി ഹാവിങ് ദിസ് ഹൈബ്രിഡ്, like 30% on online and practicals and productions ചെയ്യാം. അത് ഒരു തരത്തിൽ അവരുടെ കരിയറിലേക്ക് ഒരുപാട് ഉപകരിക്കും. കാരണം ഈ ഒരു ചേഞ്ച് ഇപ്പോഴേ ശീലിക്കേണ്ടതുണ്ട്. കാരണം ഇൻ കമ്മിങ് ഫ്യൂച്ചർ ഇഫ് യു ആർ ഗോയിങ് ഫോർ ആൻ ഓഡിഷൻ, ഡെഫിനറ്റ്ലി ദി ഫസ്റ്റ് റൗണ്ട് വിൽ ബി ഇൻ സൂം, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അപ്പം അത്തരത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കൂടി ഒരു കരിയർ ബിൽഡിങ്ങിലേക്ക് ശീലിക്കേണ്ടതുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഗ്രേറ്റ്. സോ ഇപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി കൺഫ്യൂഷൻ ജസ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്, നമ്മുടെ കറന്റ് സിറ്റുവേഷനിൽ എന്തൊക്കെ കോഴ്സസ് ആണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത്? നമുക്ക് ഫസ്റ്റ് സെഗ്രിഗേഷൻ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം. ആൻഡ് ലോങ് ടേം യു ഹാവ് ഡിറക്ഷൻ, സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, VFX ആൻഡ് സൗണ്ട് എഞ്ചിനീയറിംഗ്. ഇതെല്ലാം 2-year പ്രോഗ്രാംസ് ആണ്. Then on the short term side we have still photography, then acting, dubbing, screenplay writing, and we have also coloring suit. So we have course on coloring, which normally I think you don't have in Kerala. In Chennai you have. Okay. So I think India le endoru special aayittulla VFX think. Yeah, that is something very very new and interesting, and which I want really to get into teaching that. Okay. It's like virtual reality. So we would be the first, I don't know whether in India or not, but definitely in South India we are the first to give a VFX with virtual reality productions. കാരണം ഈ വെർച്വൽ റിയാലിറ്റി പ്രൊഡക്ഷൻ, ഞാനിപ്പോൾ ഈ എൻ്റെ വേറൊരു സ്ട്രീമാണല്ലോ, മ്യൂസിയംസും അമ്യൂസ്മെൻറ്റ് പാർക്സും ഒക്കെ ഡിസൈൻ ചെയ്യുകയും ബിൽഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഉപയോഗിക്കുന്നൊരു കാര്യമാണ്. ഇനി എനിക്ക് തോന്നുന്നത് എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു വലിയ ഒരു പോർഷൻ വെർച്വൽ റിയാലിറ്റിക്ക് മാറും. ഇപ്പം നമ്മൾ സിനിമ എന്ന് പറഞ്ഞതും മുൻകാലങ്ങളിൽ ഈ വെർച്വൽ റിയാലിറ്റിയെ ക്രിയേറ്റ് ചെയ്യാനാണല്ലോ നമ്മൾ തിയേറ്ററൊക്കെ പണിത് അതിൻ്റെ ഉള്ളിൽ പോയിരുന്ന് കരയാനും ചിരിക്കാനും ഒക്കെ ശീലിച്ചിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു ചെറിയ ഗാഡ്ജറ്റിലേക്ക് ചുരുങ്ങുന്നു. ആൻഡ് യു ഹാവ് എ മച്ച് മോർ ലാർജർ സ്ക്രീൻ എന്ന് പറയാൻ പറ്റില്ല, മച്ച് മോർ ലാർജർ ഇക്കോസിസ്റ്റം അറൗണ്ട് യു. അങ്ങനത്തെ ഒരു ആംഗിളിൽ വെർച്വൽ റിയാലിറ്റിയെ കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് എന്തായാലും ഒരു ഷിഫ്റ്റ് വരും. അപ്പോൾ നമ്മളിപ്പോൾ പുതിയതായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള VFXലെ ഒരു മോഡ്യൂള് വെർച്വൽ റിയാലിറ്റി പ്രൊഡക്ഷനാണ്. ആൻഡ് ആഫ്റ്റർ 2 years ഡെഫിനറ്റ്ലി ദിസ് VFX ഗൈസ് വിൽ നീഡ് ദാറ്റ്.
ഗ്രേറ്റ്. സാർ ഈ ഒരു ഐഡിയോളജി അത് പാൻഡമിക്കിന് മുമ്പ് സാർ ആലോചിച്ചാണോ അതോ ഈ ഒരു ടൈം ഡ്യൂറേഷനിൽ സാറിന് തോന്നിയതാണോ? പാൻഡമിക് തുടങ്ങിയതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടതുണ്ടെന്ന് മനസ്സിലായത്. കാരണം എൻ്റർടൈൻമെൻറ്റിൻ്റെ മോഡ് മാറാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി ഞാൻ കുറച്ച് അധികം അന്വേഷണങ്ങളും സ്റ്റഡികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എനിക്ക് മനസ്സിലായത്, ദി മോഡ് ഓഫ് ഫിൽം മേക്കിംഗ് ഈസ് ഗോയിങ് ടു ബി ഇൻ ഇൻ്റഗ്രേറ്റഡ് സ്റ്റുഡിയോ സെറ്റപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നത് പോലെ അക്കോമഡേഷനും കാര്യങ്ങളും എല്ലാം ഒരു സ്റ്റുഡിയോനകത്തായിട്ടുള്ള. സോ വൺസ് യു ഗോ ഇൻസൈഡ് യു കംപ്ലീറ്റ് ദി പ്രൊഡക്ഷൻ ആൻഡ് കം ഔട്ട്. അങ്ങനെയാണല്ലോ ഇപ്പോൾ അവതാർ 2 ഒക്കെ കംപ്ലീറ്റ് ചെയ്തത് അങ്ങനെയായിരുന്നു. സോ ദേ വർ ഫോർച്യുനേറ്റ് ടു ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് എ സെറ്റപ്പ്. അപ്പോൾ ഇനി ഉറപ്പായിട്ടും അത് വരും, അത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇനി അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യും. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാൾട്ട് ഡിസ്നി രാമോജിറാവ് ഫിലിം സിറ്റി എടുത്തുല്ലോ ഫോർ 3 years. അപ്പം അത് ഈ ഒരു പ്രൊഡക്ഷൻ സിനാരിയോ ഉദ്ദേശിച്ചിട്ടാണ്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അടുത്ത ലെവലിൽ നമ്മളിപ്പോൾ കാണുന്ന പല സിനിമകളും ഹോളിവുഡ് സിനിമകൾ 360 ഡിഗ്രി ഗ്ലോബ് ലെവലിൽ VFX ചെയ്തതാണ്. നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. സോ യു യൂസ് അറൌണ്ട് 70 to 100 ക്യാമറാസ് ആൻഡ് ആക്ടേഴ്സിനെ കൊണ്ട് മാത്രം ചെയ്യിക്കുന്നത്. ദി റെസ്റ്റ് ഓഫ് ദി ഹോൾ സെറ്റ് ഈസ് ഡൺ ബൈ പിക്സൽസ്. VFXൽ ബിൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സ്റ്റീരിയറിൽ അത്ര സ്വതന്ത്രമായിട്ട് മൂവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും ദി എൻ്റർടൈൻമെൻറ്റ് പോർഷൻ ഇൻ യുവർ ലൈഫ് ഹാസ് ടു ഗോ ഓൺ. അതിപ്പോൾ തിയേറ്ററിൽ തന്നെ ആവണമെന്നില്ല, എവിടെയായാലും നടക്കും. അങ്ങനെ വരുമ്പോൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടി വരും. ദെൻ ദി ക്വസ്റ്റ്യൻ ഈസ് വാട്ട് വുഡ് ബി ദി ഷേപ്പ് ആൻഡ് ഫോം ഓഫ് ദി കണ്ടന്റ്. അപ്പോൾ അതിൽ ഓഡിയോ വിഷ്വൽ തന്നെയാണ് അതിലേക്ക് വരിക, ബട്ട് ഓഡിയോ വിഷ്വൽ വിത്ത് എ ഡിഫറൻസ്. അങ്ങനെ വരുമ്പോൾ ദി ചേഞ്ച് വിച്ച് വി വർ എക്സ്പെക്ടിങ് ഫോർ നെക്സ്റ്റ് 10 years, മേ ബി ഇറ്റ് വിൽ ഹാപ്പൻ ആഫ്റ്റർ 10 years എന്ന് പറഞ്ഞ ചേഞ്ചുകളെല്ലാം ഇപ്പോൾ ഒരു 3 yearsലും 4 yearsലും വരും. കാരണം നമ്മൾ വീഡിയോ കോൺഫറൻസിങ്, എനിക്ക് ഓർമ്മയുണ്ട് ഒരു 5 വർഷം മുമ്പ് നമ്മൾ വീഡിയോ കോൺഫറൻസിങ് ഒരു ഇവൻറ്റിന് നടത്തി പലയിടത്തുനിന്നും കണക്റ്റഡ് ഒക്കെ. അതൊരു വലിയ ഇലാബറേറ്റ് പ്രോസസ്സായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിത് ചെയ്യാതായി ബിക്കോസ് ഇറ്റ് വാസ് വെരി കോംപ്ലിക്കേറ്റഡ് നടത്തുന്ന അവസ്ഥ. ആ വീഡിയോ കോൺഫറൻസിങ് എന്ന് എന്താ പറയുക വിപുലമായൊരു പരിപാടിയായി പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ നമ്മളിപ്പോൾ കഴിഞ്ഞ 2 മാസമായിട്ട് സാധാരണ ഇമെയിൽ അയക്കുന്നത് പോലെ സൂമിൽ നിന്ന് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ചേഞ്ച് ഹാസ് ബിക്കം വെരി ഫാസ്റ്റ്. അപ്പോൾ അതിനൊരു 5 കൊല്ലം കഴിഞ്ഞ് വരാൻ പോകുന്ന ചേഞ്ച് അല്ല, അല്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞ് വരുന്ന ചേഞ്ച് അല്ല ഈ വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ്സ് നെക്സ്റ്റ് ടു യു. അപ്പോൾ അതിന് എക്യുപ്ഡ് ആവുക എന്നുള്ള രീതിയിലാണ് നമ്മൾ VFXൽ ഇങ്ങനൊരു എലമെൻറ്റ് ചേർത്തത്. ഗ്രേറ്റ്. സർ, ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടികൾ, ഇപ്പോൾ ഞാൻ ഇവിടുന്ന് പഠിച്ചിറങ്ങിയാലും എത്ര കുട്ടികൾ പഠിച്ചാലും ഒരു കുട്ടിക്ക് കിട്ടുന്ന ഒരു മാക്സിമം ഒരു IQ ലെവൽ ഫോർ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് അത് എത്രത്തോളമാണ്? ലൈക്ക് അവർക്ക് ഇപ്പോൾ ഞാനിവിടെ പഠിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും ഞാൻ ഇൻവോൾവ് ചെയ്യാറുണ്ട്. ഇപ്പോൾ വെദർ ഇറ്റ് ഈസ് ആനുവൽ ഡേ ഫംഗ്ഷൻസ് ഓർ ലൈക്ക് വെദർ ഇറ്റ് ഈസ് എനി പ്രൊഡക്ഷൻസ്. അപ്പോൾ പല ഏരിയയിലും ഞാൻ എൻ്റെ എനിക്ക് പോകണം, എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ലൈക്ക് അത് ഞാനായിട്ട് ചെയ്യുന്നില്ല, സാറായിട്ട് നമുക്ക് ഒരു ഫോഴ്സ് ചെയ്താൽ നമുക്കൊരു ചെയ്യുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു കുട്ടീനെ നിങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് ഒരു ബാച്ചിലർ? ഇപ്പോൾ ഒരു പക്ഷേ ഹേമന്തിൻ്റെ സമയത്ത് ഒക്കെ ഞാൻ തന്നെ പുഷ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ I was actually making or designing an ecosystem. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്റ്റുഡൻറ്റ് കയറി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കടന്നുപോയി അവൻ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ആവണം. ഇതാണ് ആ ഡിസൈൻ. ഇപ്പോൾ നമ്മൾ പുതിയ ടെർമിനോളജിയിൽ പറയുകയാണെങ്കിൽ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു ഡിസൈനാണ്. എവറി ഡിസൈൻ ഹാസ് ഗോട്ട് എ യൂസർ എക്സ്പീരിയൻസ്. സോ ഫോർ മീ യൂസർ ഈസ് ദി സ്റ്റുഡൻറ്റ്. സോ ഹീ ഷുഡ് എക്സ്പീരിയൻസ് ദിസ് 2 years or 3 months he spent here and there should be a final outcome which should better his life. ഇതാണ് ഡിസൈൻ, കോഴ്സ് ഡിസൈൻ. അപ്പോൾ ഞാനതിൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഓൾവേസ് ഹാവ് ദിസ് ക്വസ്റ്റ്യൻ ഇൻ മൈ മൈൻഡ്, ക്യാൻ ആർട്ട് ബി ടോട്ട്? ഈ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പഠിച്ചു വന്നപ്പോൾ, ആൻഡ് ഐ എം ഓൾസോ എൻ IIM അലുമിനി അഹമ്മദാബാദ്. അപ്പോൾ അവിടുത്തെ പഠനവും FTIയിലെ പഠനവും ഒക്കെ കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് ബലമായ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു, ഈ ക്യാൻ ആർട്ട് ബി ടോട്ട്? ആർട്ട് പഠിപ്പിക്കാൻ പറ്റുമോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്നുള്ളത്. ബട്ട് ടുഡേ ഐ ക്യാൻ അഷ്വർ യു ആർട്ട് ക്യാൻ ബി ടോട്ട്. അത് ഈ വർഷങ്ങളിലൂടെ എനിക്കുള്ള പ്രൂഫ്, ഇഷ്ടം പോലെ പ്രൂഫുണ്ട്, അറിയാലോ. അപ്പം അതിൽ വരുന്നൊരു കാര്യം ഇതായിരുന്നു, ഐ ഫൗണ്ട് ദാറ്റ് ഫ്രം ബുക്സ്, റീഡിങ് ബുക്സ് ആൻഡ് ടോക്കിംഗ് വിത്ത് മാസ്റ്റേഴ്സ്, ഐ ഫൗണ്ട് ദാറ്റ് ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നതിന് ഈ 3 ഭാഗങ്ങളുണ്ട്. One is IQ, EQ and CQ. So IQ you all know, like from our childhood and school times we know IQ. Then second one is
this EQ, emotional quotient, which is also much discussed about recently. But now there is a new Q, CQ. It's called collaborative intelligence. അത് ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യപ്പെട്ട് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇത് മൂന്നും ചേർന്നാൽ മാത്രമേ ഒരു ഫിലിം മേക്കറുടെ ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് ആവുന്നുള്ളൂ. ദീസ് ആർ ദി 3 factors ഫോർ ദാറ്റ്. അപ്പോൾ നിങ്ങളോടൊന്നും ഈ ശാസ്ത്രമൊന്നും പറഞ്ഞില്ലെങ്കിലും എവ്രി ഇവൻറ്റ്, എവ്രിതിങ് ഹാപ്പനിങ് ഹിയർ ഹാസ് ആൻ ഒബ്ജക്റ്റീവ് ടു ഡെവലപ്പ് എനി ഓഫ് ദിസ് 1Q. അപ്പോൾ അത് നമ്മളുടെ ഇവൻറ്റുകളാവാം, എല്ലാ മാസവും നടക്കുന്ന ഇവൻറ്റുകളാവാം. നമ്മൾ വളരെ ഒബ്ജക്റ്റീവ്ലി നോക്കുന്നൊരു കാര്യമുണ്ട്. ഇവിടെ വന്നിട്ടൊരു കുട്ടി ഒരു 3-4 ദിവസമെങ്കിലും ആദ്യത്തെ 3 മാസത്തിൽ ഉറക്കം വിളച്ചിരിക്കണം, ഇല്ലേ? നമുക്ക് ഓർമ്മയുണ്ടാവും. പിന്നെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു നമ്മൾ ഈ കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് എന്നൊക്കെ പറയുന്നതിൻ്റെ പല ലെയറുകളിലൂടെ നിങ്ങൾ ആ സമയത്ത് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ മെറ്റിക്കുലസ്ലി ഡിസൈൻഡ് ഒരു കോഴ്സ് കരിക്കുലം നമുക്കുണ്ട്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ +2 കഴിഞ്ഞ് വരുന്ന നമ്മൾ കഴിഞ്ഞ സെമിനാറിനൊക്കെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലും ഞാൻ കാണാറുണ്ട്, ചിലർ ബിഫോർ നിയോ ആഫ്റ്റർ നിയോ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോസ് ഇടാറുണ്ട്. എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പാരൻ്റ്ലി അത് തിരിച്ചറിയുന്നുണ്ടാവില്ല. ബട്ട് എവറി മൊമെന്റ് യു ഗോ ത്രൂ ഇൻ നിയോ ചേഞ്ചസ് യു ബിറ്റ് ബൈ ബിറ്റ് ടു സർട്ടൻ ഡയറക്ഷൻ. Did I answer your question? Yes, I've got my question. I think നമ്മുടെ ലിസണേഴ്സിന് മനസ്സിലായിട്ടുണ്ടാവും. ആൻഡ് മെയിൻലി ഇപ്പോൾ ഞാനിവിടെ പഠിച്ച ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, നോ ഫിലിം സ്കൂളിൻ്റെ പേജസ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മുടെ കോഫി വിത്ത് പ്രോ, അങ്ങനത്തെ കുറേ സെഗ്മെന്റ്സ് നമുക്കുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാസം തോറും ഇവൻറ്റ്സ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതിൽ ഒരു ഇവൻ്റാണ് കോമൺ അവർ. അപ്പോൾ കോമൺ അവർ എന്ന് പറഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ചേരുന്ന ഒരു ഇവൻ്റാണത്. അതിൽ അപ്പോൾ ആക്ടിങ് സ്റ്റുഡൻസിന് അവരുടെ പെർഫോമൻസ് നടത്താനുള്ളൊരു വേദി കിട്ടുന്നുണ്ട്. കാരണം ഇത് നമ്മളിപ്പോൾ ആക്ടിങ് പഠിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഓഡിയൻസിൻ്റെ മുമ്പിൽ അത് പെർഫോം ചെയ്യുമ്പോൾ മാത്രമേ അതൊരു ആർട്ട് ഫോം ആവുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കുളിമുറിയിൽ നിന്ന് പാട്ട് പാടുന്നുണ്ട്, അത് എത്ര നന്നാക്കിയാലും അതൊരു പെർഫോമൻസ് അല്ല, അത് നമ്മുടെ ഒരു ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം ഒരു ഓഡിയൻസിന് മുന്നിൽ കിട്ടുകയാണ് ഈ ആക്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്റ്റുഡൻസിന് കോമൺ അവറിൽ. പിന്നെ ഒരു പലരുടെയും ഇവരുടെയൊക്കെ പ്രസൻറ്റേഷൻസ് ഉണ്ടാവും, സ്റ്റുഡൻസിൻ്റെയൊക്കെ പ്രസൻറ്റേഷൻസ് ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു ടോട്ടൽ. ഒരു ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റ് ഉണ്ടാവും. സോ എവറി മന്ത് യു ആർ ടേക്കിംഗ് ഫോട്ടോഗ്രാഫ്സ് ആൻഡ് ദാറ്റ് ഫോട്ടോഗ്രാഫ്സ് ആർ ബീയിങ് ഇവാലുവേറ്റഡ് പബ്ലിക്കലി with the audience, then prize is given. അപ്പോൾ അങ്ങനെ ഒരു ഇവൻറ്റ് നടക്കുന്നു. സെക്കൻഡ് ഈസ് ദി കോഫി വിത്ത് എ പാഷനേറ്റ് പ്രോ. അപ്പം അങ്ങനെ ഇപ്പോൾ ഡോൺമാക്സ് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. പിന്നെ ഒരുപാട് പേര് ഞാൻ പറഞ്ഞ ആ സ്കെയിലിലുള്ള ഗസ്റ്റ് എപ്പോഴും മഹേഷ് നാരായണൻ വരുന്നുണ്ട്, അങ്ങനെ പലരും വരുന്നു. അപ്പം ആ ഒരു 3 മണിക്കൂർ നമ്മൾ ആരെങ്കിലും ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സീനിയർ, ഇപ്പോൾ ഡോൺമാക്സ് ആയിട്ടുള്ളപ്പോൾ ലിയോ ദിവസം ഉണ്ടായിരുന്നു, പിന്നെ മഹേഷ് വന്നപ്പോൾ ഞാനായിരുന്നു, അങ്ങനെ പലരും നമ്മളും ഒപ്പം ഇരിക്കും. സോ ദാറ്റ് ഡിസ്കഷൻ ഈസ് ഗൈഡഡ് ടു എ മച്ച് മോർ ഹയർ ലെവൽ. അവരുടെ സിബി സാറായിട്ടുണ്ടായിരുന്നു, ആ നുവാൻസസും ഒക്കെ അതിലേക്ക് കടക്കും. പിന്നത്തെ ഒരു ഇവൻറ്റ് നമ്മൾ നടത്താറുള്ളത് ക്രൂ സ്റ്റോറീസ് എന്നുള്ളതാണ്. ക്രൂ സ്റ്റോറീസ് ഒരു ഫിലിം റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഫിലിമിൻ്റെ ക്രൂ വരുന്നു. അത് സിബി സാർ തന്നെയാണ് അത് ആങ്കർ ചെയ്യാന്നല്ലല്ലോ പറയാ, അതിനെ മോഡറേറ്റ് ചെയ്യുക. അപ്പം ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജോസഫ് ചെയ്തപ്പോൾ പത്മകുമാറും അങ്ങനെയുള്ള ആളുകളൊക്കെ, ഡയറക്ടറും ബാക്കി ടെക്നീഷ്യൻസൊക്കെ ഉണ്ടാവും. പിന്നെ നീയും ഞാനും സിയാർ കോക്കറും പിന്നെ AK സാജനും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ വന്ന് ഉള്ള ഇൻട്രാക്ഷൻസിൽ സ്റ്റുഡൻസിനും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. അതിലൂടെ നമുക്ക് ഇതെന്തോ ഒരു വലിയ ദൂരെയുള്ളൊരു സംഗതിയല്ല, ദിസ് ഈസ് അറൗണ്ട് മീ ആൻഡ് ഐ ആം പാർട്ട് ഓഫ് ഇറ്റ് എന്ന് പറയുന്നൊരു ഫീല് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സോ ഐ ടോക്ട് അബൌട്ട് പാഷനേറ്റ് കോഫി വിത്ത് എ പ്രോ, ദെൻ ക്രൂ സ്റ്റോറീസ്, ദെൻ ഡെഫിനറ്റ്ലി അവർ ടേക്ക് ഓഫ് എന്ന് പറയുന്നത് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇറ്റ്സ് എ വെരി മേജർ ഇവൻറ്റ്. കാരണം ഈ നമ്മൾ ഡിപ്ലോമ ഫിലിംസ് എല്ലാം സെൻസർ ചെയ്ത് PVR-ൽ, ലുലു PVR-ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ ലുലു PVR-ൽ നമ്മൾ സ്ക്രീനിൽ കാണിക്കും. അപ്പോൾ നമ്മുടെ ഡയറക്ഷൻ സ്റ്റുഡൻസിനും ആക്ടേഴ്സിനും ഒക്കെ സാധാരണ നമ്മൾ സിനിമ കാണാൻ പോകുന്ന ഒരു വലിയ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മളൊരു ചെറിയ തൂങ്ങിക്കിടക്കുന്ന സ്ക്രീനിൽ പ്രൊജക്ടർ ഒരു മേശപ്പുറത്ത് വെച്ച് കാണിക്കുന്ന ഷോർട്ട് ഫിലിം മേക്കർ അല്ല. നമ്മളെ സംബന്ധിച്ച് PVR-ൽ സെൻസർ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട്
ഒരു ഫിലിം കാണിക്കുന്നത് അത് എൻ്റെ ഫിലിമാണ് എന്ന് പറയുന്നിടത്ത് ആ കോൺഫിഡൻസ് ടു ക്രിയേറ്റ് ഉണ്ട്. യെസ്, ഐ ക്യാൻ റിലേറ്റ് ദിസ് വെരി മച്ച്. ഐ ക്യാൻ കാരണം നമ്മൾ ഇവിടുന്ന് പാസ് ഔട്ട് ആവുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ഫ്യൂച്ചർ ലൈക്ക് സിനിമ സ്നേഹിക്കുന്ന സമയം, സിനിമയിലേക്ക് എത്തുന്ന സമയം, ആ ഒരു ടൈം പീരീഡിൽ നമ്മുടെ സിനിമ തന്നെ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് ഒരു വൈഡ് ഓഡിയൻസിന് മുമ്പിൽ കാണാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫറെന്റ് ഫീൽ. അത് തന്നെ നിയോ ഫിലിം സ്കൂൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതുവരെയല്ലേ? എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു 3 കൊല്ലമായിട്ട് ആദ്യം നമ്മൾ ഒബ്രോൺ PVR ചെയ്തു, പിന്നെ ഇപ്പോൾ ലുലു PVR ചെയ്തു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വേറൊരു ഫിലിം സ്കൂൾ ഇതേ മാതൃക പിന്തുടരുന്നുണ്ട്. പക്ഷേ നോ ഇഷ്യൂസ്, ഓൾവേസ് കോമ്പറ്റീഷൻ വാസ് ഓൾവേസ് നോട്ട് കോമ്പറ്റീഷൻ, ഫോളോവേഴ്സ് ഷുഡ് ബി ഓൾവേസ്. That is Jane Joseph, sir. Okay. So I always check whether there are followers. I know, sir. Okay, fine. Thank you so much for being with us, sir. Before we wind up, I have one question for you. Is Neo open for filmmakers now? Yeah, it's definitely open. കാരണം ഞാൻ പറയുന്നത് സിനിമയും വിഷ്വൽ എന്റർടൈൻമെന്റും ഒന്നും നിൽക്കാൻ പോകുന്നില്ല. എന്തായാലും ലോകാവസാനം അല്ല. ലോകാവസാനം അല്ലാത്തിടത്തോളം കാലം ഇതെല്ലാം എന്നോ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. So I would say this is a preparation time. So if you are joining for a course now, learn for 2 years and get ready for that coming era. But ആ ലേണിംഗ് എനിക്ക് തോന്നുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണ്ട് സ്പെൻഡ് ലൈക്ക് 3-4 years on that to learn something which is going to change within 2 years. അപ്പോൾ ഇനി ഒരു ലോങ് ടേം ലേണിംഗ് കുട്ടികൾ എടുക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. 2 years എന്ന് പറയുന്നത് തന്നെ മാക്സിമം ആണ്. ബിക്കോസ് ദി ചേഞ്ചസ് ആർ ഹാപ്പനിങ് വിതിൻ സേ ഫ്യൂ മന്ത്സ് ആൻഡ് ഇയേഴ്സ്. അല്ലാതെ പഴയതുപോലെ 3 കൊല്ലം ഡിഗ്രി, അത് കഴിഞ്ഞ് 2 കൊല്ലം PG എന്നൊക്കെ പറയുമ്പോഴേക്കും നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച കാര്യങ്ങളെ മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം ആ ഒരു ആംഗിളിൽ നോക്കിയാൽ ദിസ് ഇസ് എ ടൈം ഫോർ യു ടു പ്രിപ്പയർ. എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങേണ്ടത് എന്നുള്ളൊരു സമയം. ആ സമയം കഴിഞ്ഞാൽ naturally film and audiovisual art will be back, and it will be always there. Okay, so thank you so much, sir. Neo is open, and this is RJ Hemant signing off from Super Hits 93.5 Red FM. Thank you, Jane Joseph, sir. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും.